പാസ്റ്റ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വെള്ളം ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 2 കപ്സ് പാസ്റ്റ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് വെറൈറ്റി, ഏതെങ്കിലും ഒരു ഷേപ്പിലൊക്കെ ഉള്ളത്, ചോയ്സിലുള്ളത്, ചിലപ്പോൾ നമുക്ക് മിക്സ് ചെയ്തൊക്കെ ആഡ് ചെയ്യാം. അത് ഇതിലേക്ക് വെള്ളം കുറച്ച് ബോയിൽ ആകുമ്പോഴത്തേന് ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഓയിലും സോൾട്ടും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഓയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് അത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് സോൾട്ടും കൂടി റീസണബിളി നമ്മൾ ആഡ് ചെയ്യാം. ഇതെല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ഞാനിത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുക, ബോയിൽ ചെയ്ത് ജസ്റ്റ് സോൾട്ടും ഫ്ലേക്സും പെപ്പറും ഇട്ടിട്ട്. അപ്പോൾ നമുക്കിത് ഷ്രെഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫോർക്ക് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് പീസസ് ആയിട്ട് തന്നെ കിടക്കണം. കാരണം കുറച്ച് ചങ്കി ആയിട്ട് കിടക്കുന്നതാണ് ഇത് കുറച്ചും കൂടി ടേസ്റ്റ്. ഷ്രെഡ് ചെയ്ത ചിക്കൻ നമുക്കിനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഈ ഷ്രെഡ് ചെയ്ത പീസസ് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് വെജീസും കൂടി ആഡ് ചെയ്തിട്ട് വേണം സീസണിങ്സ് ഇട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി കുക്ക് ചിക്കനാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ഗോൾഡൻ ഒരു കളർ വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ കിട്ടുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി എടുക്കുന്നത് കുറച്ച് ഹെർബ്സ് ആണ്. അപ്പോൾ ഹെർബ്സ് നല്ലൊരു എലമെൻ്റ് ആണ് ഇതിനകത്ത്. നമ്മൾ ബേസിൽ, റോസ്മേരി ആൻഡ് തൈം ഇത് മൂന്നും എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ലാസ്റ്റിൽ നമ്മൾ ഒന്ന് കുക്കായി വരുമ്പോഴത്തേനാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവറും എസൻസും ഒക്കെ തരും. പിന്നെ നമ്മുടെ ചിക്കൻ്റെ കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് മഷ്റൂംസ്, അനിയൻസ്, ഇതുപോലൊരു സെമി സർക്കിൾ പോലെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ഇതുപോലെ തന്നെ ക്യാപ്സിക്കം. അപ്പോൾ ഈ വെജീസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചോയ്സ് ഓഫ് വെജിറ്റബിൾസ് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. ക്യാരറ്റ്സ് വേണമെങ്കിൽ ക്യാരറ്റ്സ് ഇടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തതുപോലെ ഒന്ന് കൊടുക്കുക. ഇനി നമുക്ക് സീസണിങ്സ് ആഡ് ചെയ്യാനുള്ളത് ഗാർലിക് ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ലപോലെ വേണം. അതുപോലെ തന്നെ ഒരു 1/4 ക്യൂമിൻ ആഡ് ചെയ്യുക, 1/4 ടീസ്പൂൺ. പിന്നെ പെപ്പർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ചില്ലി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക, എന്നുവെച്ചൊരു നല്ല സ്പൈസിന്. പിന്നെ കൊറിയാൻഡർ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. കുറച്ചും കൂടി ഒരു നല്ല ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്, ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് അതനുസരിച്ചിട്ടൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. പിന്നെ ഒരു 1/4 ടേമറിക്, 1/4 തന്നെ വേണമെന്നില്ല, കുറച്ച് ചെറിയ എമൗണ്ടിൽ അത്രയും എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് നമ്മുടെ സ്പൈസസ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മേർജ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 1 ക്യാപ്സിക്കവും ഒരു 1 കപ്പ് മഷ്റൂമും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് അനിയനുമാണ് ഞാൻ വെജീസിൽ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ചിക്കനും ഇതിനെല്ലാം സെപ്പറേറ്റ് ആഡ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ കൂടിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് കമ്പൈൻ ചെയ്യാം. നമുക്കിനി ആൽഫ്രെഡോ സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുക. ഒരു ചെറിയ ക്യൂബാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് മിൽക്ക് ഞാൻ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഗാർലിക് പൗഡർ ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യണം. പിന്നെ ഓൾ പർപ്പസ് ഫ്ലവർ അതൊരു തിക്നിങ് ഏജൻറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ കോൺഫ്ലവർ ഒരു 1 ടേബിൾ സ്പൂൺ, അതും തിക്നിങ്ങിന് ഹെൽപ്പ് ചെയ്യും. വളരെ ക്രീമി ആയിട്ടുള്ളൊരു സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ കമ്പൈൻ ചെയ്യണം. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ പെപ്പർ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ലപോലെ ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, നല്ല ആരോമാറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനുമാണ് ഗാർലിക്കിൻ്റെ ഒരു എസൻസ്.
ഇതുപോലുള്ള റെസിപ്പീസിലൊക്കെ വളരെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഹെർബ്സ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബേസൽ, റോസ്മേരി, തൈം അതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഒന്ന് കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്താണ് ഇതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇത് ഇവൻച്വലി തിക്കൻ ചെയ്ത് നല്ലപോലെ തിക്കൻ ചെയ്ത് വരും. ഇപ്പോൾ തന്നെ ഇത് തിക്കൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിക്കൻ ചെയ്ത് കൂടുതലായിട്ട് തിക്കൻ ചെയ്തിട്ട് വരും. സോസ് ഇതുപോലെ നല്ല പ്രിപ്പയർഡായിട്ട് റെഡി ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കുക്ക്ഡായിട്ടുള്ള പാസ്റ്റ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പേർപ്പസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുക്കായി റെഡി ആയിട്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആൻഡ് വെജീസ് അതും ഇതിലേക്ക് കമ്പൈൻ ചെയ്യുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്റ്റേറിങ് അല്ല, ഒരു നല്ലപോലെ എല്ലായിടത്തും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അത് ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക സ്പാച്ചുല വെച്ചിട്ട്. നമ്മുടെ ചിക്കൻ പാസ്റ്റ വിത്ത് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡിന്നറിനും ഒക്കെ നല്ലൊരു പ്രിപ്പറേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ട്രൈ ചെയ്യുക ഈ ഒരു മെത്തേഡിൽ. പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണണം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.